ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. അവളുടെ ആദ്യത്തെ 10 വർഷം, അതായത് ആദ്യത്തെ ദശകം, അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ ദശകത്തിൻ്റെ ആരംഭത്തിൽ അവൾക്ക് ആർത്തവം ആരംഭിക്കുന്നു. മൂന്നാമത്തെ ദശകത്തിൻ്റെ ആരംഭത്തിൽ അവൾ വിവാഹിതയാകുന്നു. മൂന്നാമത്തെ ദശകത്തിൻ്റെ അവസാനത്തിലോ നാലാമത്തെ ദശകത്തിൻ്റെ ആരംഭത്തിലോ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ശേഷം ആ കുഞ്ഞിനെ വളർത്തുന്നു. നാലാമത്തെ ദശകത്തിൻ്റെ അവസാനം അഞ്ചാമത്തെ ദശകത്തോടടുക്കും തോറും ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നതിൽ വലിയൊരു പങ്ക് അവൾ വഹിക്കുന്നു. ഈ ജോലിയെല്ലാം ഒന്ന് മാറ്റിവെച്ചൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അഞ്ചാം ദശകത്തിൻ്റെ അവസാനത്തോടുകൂടി അവൾക്ക് ആർത്തവ വിരാമം സംഭവിക്കുന്നു. മെനോപോസോടുകൂടി അവളുടെ ശരീരത്തിലെ എസ്ട്രോജൻ്റെ അളവ് 90% കുറയുന്നു. അതായത് ഇനി അവളുടെ അസ്ഥികൾ വെറും 10% എസ്ട്രോജനിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. അതായത് ഓരോ വർഷവും 5% ബോൺ ഡെൻസിറ്റി അവൾക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പ്രായത്തിൽ പുരുഷന്മാർക്ക് വെറും 1% മാത്രമേ കുറയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് 5 മടങ്ങ് കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നു. ആറാമത്തെ ദശകത്തിൽ എല്ലാ സന്ധികളിലും അവൾക്ക് വേദന ആരംഭിക്കുന്നു. കണക്കുകൾ പറയുന്നത് ഒരു സ്ത്രീ പ്രസവിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 6 മാസം തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ തൻ്റെ ശരീരത്തിലെ ബോൺ ഡെൻസിറ്റിയിൽ 5% കുറവ് വരുന്നുണ്ടെന്നാണ് കാണുന്നത്. അത് ഏറ്റവും കൂടുതൽ നട്ടലും ഇടുപ്പസ്ഥിയിൽ നിന്നുമാണ്. ഈ കുറവിനെ ഒരു 1.5 വർഷം കൊണ്ട് അവർക്ക് നികത്താൻ സാധിക്കും. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. അസ്ഥിക്ക് ഗുണമുള്ള സാധനങ്ങൾ ഭക്ഷിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അസ്ഥിയെ ബലപ്പെടുത്താൻ എണ്ണയും കൊഴുമ്പൊന്നും തേച്ചിട്ട് യാതൊരു കാര്യമില്ല. അതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ യൂട്യൂബിൽ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ.